ഹലോ. ഹലോ. എന്തേ വൈകുന്നേരം? ഒന്നുമില്ല, നമുക്ക് നല്ലൊരു മുട്ട പണി വരുന്നുണ്ട് മോനെ. പണിയാ? ഉം. നമ്മക്കെന്ത് പണി വരെ? ഇക്ക നാട്ടിലോട്ട് വരുന്നുണ്ട്. ഇക്ക നാട്ടിലോട്ട് വരാനാ? ഉം. ഞാൻ കുറെ പണിയൊന്നുമില്ല. ഇപ്പല്ലേ പോയിന്? ഇപ്പല്ലേ പോയിന്? ആടെ പ്രശ്നമില്ലേ? അതുകൊണ്ടാ? അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ, അപ്പൊ നമ്മളെ കാര്യം വീണ്ടും പണിപാളിയല്ലേ? എന്നാ ചെയ്യാ? എന്റെ കാര്യം അവതാളത്തിലായി. അതാണ്, അപ്പോഴേക്ക് എന്റെ കാര്യം മാത്രമല്ല. ശരിയാണ്, എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആരുടെ കാര്യം പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? അല്ല, ഒരു ദിവസത്തേക്ക് നീ വരുന്നുണ്ടെങ്കിൽ വന്നോന്ന് പറയേണ്ടിട്ട് ഞാൻ വിളിച്ചത് കേട്ടാ. എപ്പ വരും? നാളെ എത്തും? നാളെ എത്തും. അല്ല മോളെ, ഇന്ന് വരട്ടെ എന്നാല്? അതിനല്ലേ പറഞ്ഞേ, അതിനല്ലേ ഇന്നെ ഞാൻ വിളിച്ചേ. അയ്യോ, ഇന്ന് ഇല്ലാതെ കുറവുള്ള പണിയായിപ്പോയടാ. അതല്ലേ ഞാൻ നിന്നോട് മിഞ്ഞാന്നേ പറയുന്നില്ലേ ഞാൻ വരട്ടേന്ന്. ഞാനിതറിയില്ലല്ലോ, പെട്ടെന്നല്ലേ പറയുന്നു ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട്. എന്നാ ഇന്ന് നമുക്ക് പൊളിച്ചാലോ? ഒരാഴ്ചത്തേക്ക് ഉള്ളെങ്കിലും ആവണം ഇന്ന് വന്നാല് കേട്ടാ. അതെങ്ങനെയാവോ? അത് ഞാൻ എങ്ങനെയെങ്കിലും ആക്കിക്കോളും. നീ അങ്ങ് സമ്മതിച്ചങ്ങ് നിന്നാ മതി. ഒരാഴ്ച കഴിഞ്ഞാ എന്ത് ചെയ്യും? ഒരാഴ്ച കഴിഞ്ഞാല് നീ എങ്ങനെയെങ്കിലും ചാടണം പുറത്തേക്ക്. ചാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. അയാളെ അന്നത്തെ സംശയം ഇതെല്ലാം കൂടി പണിയാവൂല്ലേ? അതെ. കുറച്ച് ദിവസേ ഉണ്ടാവും. എന്നാലും അപ്പൊ തിരിച്ചു പോവോ വേഗം തന്നെ? തിരിച്ചു പോവും. അതന്നെ വലിയ ഭാഗ്യം. അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഒരു 10:30-11 മണിയാകുമ്പോ വരട്ടെ? 10:30. അധികം ലേറ്റ് ആക്കണ്ട, ഇത് പോണ്ടതല്ലേ. പോണ്ടത് മാത്രല്ല, ഇന്ന് ഒരുപാട് സമയം എടുക്കണ്ടതാണ്. അല്ല, നിന്റെ ഇത് പൊയ്ക്കഴിഞ്ഞ ഏതെങ്കിലും ഒരുപാട് സമയം ആവുക? ആവും. അതെങ്ങനാ? നമുക്ക് ഒരു 2-3 ആക്കാം. എനിക്കാണെ പണ്ടത്തെ പോലത്തെ വലിയ ഇതൊന്നും ഇല്ല, വേഗം പോകുന്ന പോലത്തെ സൈസൊന്നും. അതൊന്നുമല്ല, അത് അന്ന് എന്തെല്ലോ ചെറിയ വെപ്രാളായി പോയിട്ടില്ലേ. ഇപ്പൊ നീ പറഞ്ഞ മുരിങ്ങാക്കൈയെല്ലാം ഞാൻ മേടിച്ചു വെച്ചിട്ട് നോക്കുമ്പോ അത് തിന്നിട്ട് ഉഷാറാകുമ്പോഴേക്ക് ആളും ഇങ്ങെത്തിയല്ലോ. ഇനി ഞാൻ അതുകൊണ്ട് നീ തിന്നിട്ട് കുറച്ചും കൂടി ഉഷാറാക്കി വെക്ക് പൂമ്പഴത്തില്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടിട്ട് മണ്ണുമേൽ കുത്തി കേട്ടാനാ? ഇതറിയാണ്ട് വന്ന ഭാര്യയല്ലേ, എന്ത് ചെയ്യാനാ? അതല്ല, നമുക്ക് ഇന്നത്തെ കാര്യം ഉഷാറാക്കാം അല്ലേ? പിന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നു, മേലെയുള്ള ഇത് മാത്രം മതി, ഉള്ളിലൊന്നും ഉറപ്പിച്ചിടണ്ട കേട്ടാ. അതൊന്നും അല്ലെങ്കിലും നീ വരുമ്പോ ഇടയില്ലല്ലോ. ഇങ്ങനെ നല്ല തുളുമ്പി നിക്കട്ടെ. പക്ഷെ ഇന്നത്തെ പ്രതീക്ഷിക്കാനുള്ള കിട്ടിയ പക്ഷെ തുളുമ്പി നിന്നിട്ട് ഇത് ഇവിടെ എത്തുമ്പോ തന്നെ പിന്നെ വേണ്ടി വരൂലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല കൺട്രോളിലാ വരുക. അത് മതി കേട്ടാ. നീ നോക്കോ, ഇന്നെന്തായാലും വേണ്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അവിടുന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ നാളെ തന്നെ വരുള്ളൊരു ഉറപ്പാ. രസം അങ്ങോട്ട് മാറൊന്നുമില്ല. ഇല്ല, ഞാൻ നാളെ തന്നെ വരൂ അങ്ങനെ പറഞ്ഞു. ഇതിന് വരുന്നല്ലേ. പിന്നെ നീ പുറത്തേക്ക് ഉണ്ടാവൂലല്ലേ? പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയുന്നു തോന്നുന്നില്ല. അല്ല, അയാളുടെയും പോവാ? എവിടെ പോവേ?
ഉം. കഞ്ഞിന് വേണ്ടിട്ടില്ലേ ഉം. വീട്ടിൽ തന്നെ കുത്തി കഴിഞ്ഞിട്ട് അത് സംശയം കൊണ്ടല്ലേനോ? അന്നേരം സംശയമൊന്നുമില്ല. ഇല്ല. പിന്നെയല്ലേ ഉം. ഇപ്രാവശ്യമായിരിക്കും കൂടുതൽ സംശയം ഉണ്ടാവുക. നിന്നെ അങ്ങനെ വരുമ്പേ വാൺ ചെയ്ത കുട്ടിയല്ലേ? ആ എന്താ ചെയ്ത അതല്ലേ പെട്ടത്. എപ്പം നോക്കുമ്പോ ഇതാണല്ലോ അവസ്ഥ. ഉം. ഒന്ന് മുരിങ്ങ റെഡിയായി കോല അവിടെ സൂക്ഷിച്ചു വെക്കുക കേട്ടോ ഇനി കുറച്ച് ദിവസം. ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഉം. ഉം. അല്ല ഇത് കഴിഞ്ഞിട്ട് ഉപകാരപ്പെടുമല്ലോ. ആ അപ്പോഴേക്ക് ഞാൻ ഉം. ഒരു കൈയൊക്കെ തിന്ന് സെറ്റാക്കി വെക്കാം. ഉം. ഇന്നത്തെ സെറ്റാക്കണം കേട്ടോ എന്തായാലും. ഇന്നത്തെ സെറ്റല്ലേ? ഇല്ല നിന്റെ ഉമ്മ വേഗം ഉറങ്ങൂലേ? ഉമ്മ ഉറങ്ങും. ഒരു 10-10:30 ഉറങ്ങും. 10-10:30 ഉറങ്ങിക്കോളൂ. അത് നമുക്ക് റെഡിയാക്കാം. പിന്നില്ലേ അയാള് വന്നാല് എന്തായാലും നാളെ വൈകുന്നേരം എത്തുക രാവിലെ എത്തുക? അതൊന്നും അറിയില്ല. അല്ല ഞാനവിടെ രാവിലെ പോകുന്നതിന് മുന്നേ എത്തിക്കളയോ? അതൊന്നുമില്ല. അതിങ്ങനെ കാണിക്കുന്നില്ലേ സമയം? അത് നോക്കാം. പിന്നെ എന്തിനായാലും വന്നിട്ടാകുമ്പോ എന്തെങ്കിലും ഒരു അവസരമൊക്കെ നമുക്ക് സംശയമില്ലാതെ എന്തായാലും പുറത്ത് ഇടക്കെല്ലാം വരൂലേ എന്തായാലും കാണാം. അത് പുറത്ത് പോകുമ്പോ അന്നേരം കുട്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിലോ? അതാണ് വേറൊരു കുരിശ്. കുറച്ച് ദിവസല്ലേ? കുറച്ച് ദിവസം തന്നെ. ഇനിയിപ്പം ദിവസം പോവില്ല. നിന്നെ കുറെ കാലം കാണാണ്ട് നേരം അങ്ങനെയാണ്. ദിവസം പോക്കേയില്ല. സാരല്ലോ തീരെ ഇല്ലാണ്ടതിനെ കാണി നല്ലല്ലേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടല്ലോ. അപ്പൊ ഇന്ന് രാത്രിയത്തെ നമുക്കങ്ങ് ഉഷാറാക്കാം കേട്ടാ. എന്തായാലും വിളിക്കാൻ തോന്നിയാ ഇനിയാൾ വന്നിട്ടാന്ന് വിളിക്കുന്നത്. പിന്നെ എന്റെ കാര്യം എല്ലാ അവതാളത്തിലായെന്നെ. വിളിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഒന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലോ? ഇല്ല ഇന്നലെ വിളി ഞാൻ എപ്പെങ്കിലും കാണാണ്ട് നടത്തും. തിരുത്താണ് പണിയല്ലേ. തരാൻ പറ്റൂലല്ലേ. എന്തിനായാലും അതെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അപ്പോഴേക്ക്. ഞാൻ 2-3 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങാതെ. ഉറങ്ങാൻ കഴിയണ്ടേ ഈ സാധനം കൊണ്ട്? ചില്ലറ പ്രശ്ന. അതാണ് മോനെ പട്ടാളി. പിന്നെ ഊരി പോകാൻ പണിയാട്ടാ. അതന്നെ. എടുക്കാനും പണിയാ. എടുക്കാൻ പണിയല്ല അതെല്ലാം പെട്ടെന്ന് പോയിക്കോളൂ. അതൊന്നുമല്ല. അപ്പൊ ഇന്ന് 2-3 പ്രതീക്ഷിച്ചോ കേട്ടാ. താങ്ങുവാ. നീ താങ്ങാൻ റെഡിയായിട്ട് നിന്നാ മതി കേട്ടാ. ഞാൻ പറഞ്ഞ മനസ്സിലായാലോ? 1, 2, 3 1, 2, 3 എല്ലാം വേണ്ടി വരും. വരുമ്പോഴേക്കും എടുക്കേണ്ടി വരുവാണ്. ഇതിന്റെ ആവശ്യമില്ലല്ലോ. കൊറേ ആണ്ട് എന്തായാലും 3-4 മാസമായില്ലേ. വന്നിട്ടാകുമ്പോ നാളെ മറ്റന്നാളെ നല്ല ആവശ്യമായിരിക്കും. എന്തായാലും നീ വിളിച്ച് പറയണം കേട്ടാ. അതങ്ങ് കേൾക്കാലോ. ഒന്നുമില്ല. കേൾക്കാനൊരു രസമുണ്ട്. ഇക്കാന്റെ അഭ്യാസപ്രകടനം എന്തെന്ന് തോന്നാൻ ഇത് കിട്ടിയാലേ എന്ന് തോന്നുന്നു. ഇനിയിപ്പോ അയാള് വന്ന് മൊത്തം വാരി പിടിച്ച് വായിച്ചിടൂല്ലേ. പിന്നെയാലും ഞാനെന്നാ വരേണ്ട സെറ്റപ്പ് എല്ലാം നോക്കാം. വൈകുന്നേരം രാത്രി ഒരു 10:30 10 മണിക്ക് വരണ്ട. അപ്പൊ റെഡി ആയിട്ട് നിൽക്കുക കേട്ടാ. ഞാൻ റെഡി ആയിട്ട് വരാം. വേറെ അവിടെ അന്നേരം വരെ ബാക്കിലെ ഡോറൊന്നും അടച്ചു പോറേ, തുറന്നു വെക്കണേ.
ആ അത് തുറക്കും. മുട്ടി പിടിക്കേണ്ട അവസ്ഥ ഒന്നും ആക്കിയേക്കാറ് കൈയെല്ലാം ഓടി ഇഷ്ടപ്പെടെ. ഓക്കെ.